ഇന്ന് അമ്മുവിൻ്റെയൊക്കെ കോളേജിൽ ഫെസ്റ്റാണ്. പ്രധാന ഗസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫേമസ് ഡാൻസ് കൊറിയോഗ്രാഫർ ആയിരുന്നു. കോളേജ് പ്രിൻസിപ്പാൾ കൂടാതെ CEO കൂടെ ഇൻവിറ്റേഷൻ ഉള്ളതിനാൽ ഡെവി ആയിരുന്നു ആദ്യം പോകാനിരുന്നതെങ്കിലും ചില തിരക്ക് കാരണം അല്ലു ആയിരുന്നു പോയത്. അത് അമ്മുവിനും മറ്റും അറിയില്ല എന്നതായിരുന്നു മറ്റൊരു കാര്യം. നിങ്ങൾ ഇപ്പോഴാണ് ഇത് പറയുന്നത്? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഗസ്റ്റൊക്കെ വരാറായി എന്നാ പറയുന്നത്. ഫസ്റ്റ് ഇയേഴ്സിലെ കുട്ടികളെ വഴക്ക് പറയുന്ന കുഞ്ഞിനെ കണ്ടാണ് വാരിയേഴ്സും ഫൈറ്റേഴ്സും വന്നത്. എന്തു പറ്റിയേട്ടായി? അവൻ്റെ കയ്യിൽ തൂങ്ങി അമ്മു ചോദിച്ചു. അത് മോളെ, വെൽക്കം പ്രോഗ്രാമായി പറഞ്ഞിരുന്നത് മുടങ്ങി. അതെങ്ങനെ? അത് മെയിനായി നിൽക്കുന്ന കുട്ടി ഹോസ്പിറ്റലൈസ്ഡാണെന്ന്. എന്നാന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ എന്തേലും ചെയ്യാമായിരുന്നു. ഈ അവസാന സമയം ഞാനിനി ആരെ ഏൽപ്പിക്കാനാണ്? അമർഷം നിറഞ്ഞിരുന്നു അവൻ്റെ വാക്കുകളിൽ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അറിയില്ല. അപ്പോഴാണ് അവർക്കടുത്തേക്ക് ജോ വന്നത്. ചേട്ടാ, ഗസ്റ്റ് വന്നിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ജോ കുഞ്ഞനോടായി പറഞ്ഞു. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? പ്രിൻസിയോട് എങ്ങനെ കാര്യം പറയാം? അത് പറഞ്ഞ് തിരിഞ്ഞു പോകാൻ നിന്ന കുഞ്ഞൻ്റെ കയ്യിൽ അമ്മു പിടിച്ചു. സ്റ്റേജെല്ലാം റെഡിയായി ഒരുവിധം കുട്ടികളും ഹാളിലെത്തിയിരുന്നു. സ്റ്റേജിന് മുന്നിൽ ആദ്യ നിരയിൽ തന്നെ ഗസ്റ്റും CEOയ്ക്കും പ്രിൻസിപ്പാൾ മറ്റും കോളേജ് അഡ്മിനിസ്ട്രേഷനും സീറ്റ് അറേഞ്ച് ചെയ്തിരുന്നു. ഗസ്റ്റിന് തൊട്ടടുത്തായാണ് അല്ലു ഇരുന്നത്. അവൻ്റെ മിഴികൾ അമ്മുവിനും മറ്റുമായി ആ ഹാളിൽ മുഴുവൻ അലഞ്ഞെങ്കിലും അവന് കാണാൻ സാധിച്ചില്ല. നിരാശയോടെ അവൻ ഫോണിലേക്ക് നോക്കി. 10 മണി. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായി ആങ്കറിൽ നിന്നിരുന്ന കുട്ടി വെൽക്കം സ്പീച്ച് നടത്തുകയും അതിനുശേഷം ഫസ്റ്റ് പ്രോഗ്രാം അനൗൺസ് ചെയ്യുകയും ചെയ്തു. സ്റ്റേജിൽ മുഴുവൻ പിങ്ക് ആൻഡ് ബ്ലൂ സ്മോക്ക് പരന്നു. റെഡ് കളർ ലൈറ്റ് സ്റ്റേജിൽ ഒരു റോയൽ ലുക്ക് പരത്തി. അന്നേരം സ്റ്റേജിലേക്ക് 2 പേര് വന്നു നിന്നു. സ്മോക്ക് കാരണം ആർക്കും അവരെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പതിയെ പതിയെ സ്മോക്കിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വന്നു. അത്രയും നേരം ബഹളം വെച്ചുകൊണ്ടിരുന്നവർ അടങ്ങിയതും അവിടെ മുഴുവൻ നിശബ്ദത പരന്നു. പാട്ട് കേട്ടതും പുറകിലുള്ള കുട്ടികൾ ആവേശത്തോടെ ആർപ്പ് വിളിച്ചു. ഫോണിൽ നോക്കിയിരുന്ന അല്ലു വെറുതെ ഒന്ന് സ്റ്റേജിൽ നോക്കി തിരികെ ഫോണിലേക്ക് നോക്കി. എന്നാൽ അടുത്ത നിമിഷം അവൻ കണ്ണുമിഴിച്ച് സ്റ്റേജിൽ തന്നെ നോക്കി. ബ്ലാക്ക് ജീനിലേക്ക് ഇൻഷർട്ട് ചെയ്ത വൈറ്റ് ഷർട്ടും ഒരു ബ്ലാക്ക് ക്യാപ്പും വെച്ച് ഡാൻസ് ചെയ്യുന്ന അമ്മുവും കണ്ണനും. കാണികളെ മുഴുവൻ അടക്കി ഭരിച്ച ചടുലമായ നൃത്ത ചുവടുകളുടെ അവസാനത്തിൽ കണ്ണൻ അമ്മുവിനെ ഇടുപ്പിൽ പിടിച്ചുയർത്തിയപ്പോൾ സ്റ്റേജിൽ വൻ കരഘോഷം ഉയർന്നു. ഉടനെ കയ്യടിയോടെ ചീഫ് ഗസ്റ്റ് എഴുന്നേറ്റു. അതുപോലെ മറ്റുള്ളവരും. അലൻ്റെ മിഴികളിൽ അഭിമാനം തെളിഞ്ഞു. ഒപ്പം തന്നെ പെണ്ണിനോടുള്ള അടങ്ങാത്ത പ്രണയവും. ഡാൻസ് കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ നേരമാണ് അമ്മു അല്ലുവിനെ കാണുന്നത്. പ്രതീക്ഷിക്കാതെ അവനെ കണ്ട ഞെട്ടലിൽ ആദ്യം അവൾ അവിടെ തന്നെ നിന്നെങ്കിലും പെട്ടെന്ന് അവനടുത്തേക്ക് ഓടി അവനെ മുറുക്കെ പുണർന്നു. ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ അവനും അവളെ പുണർന്നു. ചില കുട്ടികളും ടീച്ചർമാരുമൊക്കെ ചെറിയ അസൂയയോടെയാണ് അത് നോക്കി കണ്ടത്. ഓ, സാറിൻ്റെ വൈഫായിരുന്നു അല്ലേ ഡാൻസ് കളിച്ചത്? ഇപ്പോഴാണ് ഞാൻ ശരിക്കും ആളെ കണ്ടത്. അമ്മുവിനെ നോക്കി ഡാൻസ് മാസ്റ്റർ പറഞ്ഞു. ശേഷം ഒരു ഹസ്തദാനത്തിനെന്ന പോലെ അവൾക്ക് നേരെ കൈനീട്ടി. അല്ലുവിനെ ഒന്ന് നോക്കി അവളും തിരികെ കൈ കൊടുത്തു. ഞാൻ സ്റ്റുഡൻ്റ് ആണെന്ന് അറിയാമായിരുന്നു. ഏതാ സബ്? അയാളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ അമ്മു അല്ലുവിനെ നോക്കി. അവളുടെ മുഖം വാടിയിരുന്നു. അത് കണ്ടല്ലു അവളുടെ ഷോൾഡർ മുറുക്കെ പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തു. അമ്മുവിൻ്റെ ഭാഗത്തുനിന്ന് മറുപടി ഒന്നും കിട്ടാതെ വന്നപ്പോൾ മാസ്റ്റർ സംശയത്തോടെ ഇരുവരെയും നോക്കി. കുറച്ച് ദിവസം മുന്നേ അമ്മൂസിനൊരു ആക്സിഡൻറ്റ് പറ്റി. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന പോലെ ചെറുതായി വോയിസ് പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റില്ല. അതാ റിപ്ലൈ ഒന്നും പറയാത്തത്. അവിടേക്ക് വന്ന കുഞ്ഞനാണ് മാസ്റ്ററിന് മറുപടി പറഞ്ഞത്. ഓ, ഐ ആം സോറി, ഞാൻ അറിഞ്ഞിരുന്നില്ല സർ. തെല്ല് കുറ്റബോധം നിറഞ്ഞിരുന്നു അയാളുടെ വാക്കുകളിൽ. ഏയ്, ഇറ്റ്സ് ഓക്കെ, അധികം ആരും അറിഞ്ഞിരുന്നില്ല. മാസ്റ്റർക്ക് കൈകൊടുത്ത് അല്ലു പറഞ്ഞു. അമ്മൂസ് നന്നായി റെസ്റ്റ് എടുക്കൂട്ടോ. ഇനി നമ്മൾ കാണുമ്പോൾ അലൻ സാറിൻ്റെ വായാടി ആയിരിക്കണം. വാത്സല്യത്തോടെ അവളെ നോക്കി അയാൾ പറഞ്ഞു. മാസ്റ്റർക്ക് അത്യാവശ്യം തിരക്കുള്ളതിനാൽ ഇനാഗുറേഷൻ കഴിഞ്ഞതും യാത്ര പറഞ്ഞ് അദ്ദേഹം പോയിരുന്നു. പ്രോഗ്രാം ഡ്യൂട്ടി കുഞ്ഞനായിരുന്നില്ലാലും വെൽക്കം ഡാൻസ് കണ്ണനും അമ്മവും ചെയ്തതുകൊണ്ടും കുഞ്ഞിനെ പിഴിയാനുള്ള ശ്രമത്തിലാണ് കണ്ണനും മറ്റും. ലച്ചുവാണ് മുന്നിൽ നിൽക്കുന്നത്. അവസാനം സഹികെട്ട് കുഞ്ഞൻ കാർഡെടുത്തു കൊടുത്തു കണ്ണന്. അപ്പോഴേ നമ്മൾ ടീമെല്ലാം കൂടി കോളേജിന് ഓപ്പോസിറ്റുള്ള കഫേയിലേക്ക് പോയി. കുഞ്ഞിന് മറ്റു പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യേണ്ടതിനാൽ അവൻ പോയില്ല. പകരം ശ്യാമും രോഹിതും പോയി. അന്നത്തെ പ്രശ്നത്തിനു ശേഷം
വാരിയസ് ടീമിന് കാവലായി ഇരുവരുമുണ്ട്. അമ്മൂട്ടിക്ക് പിന്നെ ഇച്ചായനെ കഴിഞ്ഞ് വേറെ ഓപ്ഷൻ ഇല്ലാത്തതിനാൽ കൊച്ച് സിഒയുടെ റൂമിൽ ഇച്ചായൻ്റെ നെഞ്ചത് കിടക്കുന്നുണ്ട്. വാരിയസ് കുറെ വിളിച്ചെങ്കിലും അവൾ അനങ്ങിയതേയില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും അവൾ വരാൻ പോണില്ല എന്ന് കണ്ട് പിള്ളേര് പോയി. ഡി കള്ളിപ്പെണ്ണെ, അവര് പോയി. കണ്ണുകളുടെ ചലങ്ങാതെ കിടക്കുന്ന അമ്മുവിനെ നോക്കി അല്ലു പറഞ്ഞു. അത് കേട്ട് ഇരു കണ്ണും പതിയെ ചിമ്മി തുറന്ന് അവനെ നോക്കി അവൾ. അടവ് കുറച്ച് കൂടുന്നുണ്ട് പൊന്ന. അവളുടെ കണ്ണിൽ അമർത്തി മുത്തി അവൻ പറഞ്ഞു. ഒന്നും മിണ്ടാതെ അവൻ്റെ ഷർട്ടിൽ കൈക്കൊരുത്ത് ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് അവൻ്റെ കഴുത്തിടുക്കിൽ മുഖമൊളിപ്പിച്ചവൾ. ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കണ്ടവൻ അവളെ നെഞ്ചിലേക്ക് നേരെ കിടത്തി. മേ ഐ? പ്രിൻസിപ്പാളിൻ്റെ ശബ്ദമാണ് അവൻ്റെ മിഴികൾ അവളിൽ നിന്ന് വേർപ്പെടുത്തിയത്. യെസ്. അമ്മുവിനെ പൊതിഞ്ഞു പിടിച്ചവൻ അകത്തേക്ക് വരാൻ അനുവാദം കൊടുത്തു. പ്രിൻസിപ്പാളിന് പിറകിലായി 2 ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. എന്താ അങ്കിൾ കാര്യം? അത് പിന്നെ മോനെ, ഈ ഇയർ ഓഡിറ്റിംഗ് കഴിഞ്ഞില്ല. ഡെവി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതാ പിന്നെ ഞാൻ വിളിക്കാഞ്ഞത്. ഇറ്റ്സ് ഓക്കെ അങ്കിൾ, പപ്പ പറഞ്ഞിരുന്നു. എനിവേ ഇപ്പം ബില്ലിംഗ് ആണെങ്കിൽ നമുക്ക് നോക്കാം. അതേ മോനെ, ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാണ്. പിന്നെ ഈ 2 ടീച്ചേഴ്സ് ഡെപ്റ്റ് ഹെഡാണ്. ടാലി ചെയ്യാൻ അവർ സഹായിക്കും. ഓക്കെ എങ്കിൽ വൈകിക്കുന്നില്ല. മറ്റു 2 ടീച്ചർമാരും അല്ലുവും കൂടെ വർക്കിലേക്ക് തിരിഞ്ഞു. അവിടെ പറഞ്ഞതെല്ലാം കേൾക്കുന്നുണ്ട് എങ്കിലും അമ്മു തല ഉയർത്താൻ നിൽക്കാതെ അല്ലുവിൻ്റെ കഴുത്തിൽ ചേർന്ന് കിടക്കുന്ന കുരിശുമാലയിൽ കൈകൾ ചുഴറ്റി കളിച്ചു. ഗൗരവപൂർവ്വം ഫയൽ നോക്കുന്നുണ്ട് എങ്കിലും ഇടയ്ക്കിടെ അല്ലു അമ്മുവിൻ്റെ മുടിയിഴകളിൽ തഴുകുന്നുണ്ട്. ആ 2 ടീച്ചേഴ്സും അല്പം അസൂയയോടെയാണ് അത് നോക്കി കണ്ടത്. കുറച്ച് കൺഫ്യൂസ്ഡായി പോർഷൻ നോക്കുമ്പോഴാണ് തൻ്റെ നെഞ്ചിലൊരു തണുപ്പ് പോലെ അല്ലുവിന് തോന്നിയത്. ആദ്യം അത് ശ്രദ്ധിച്ചില്ല എങ്കിലും അടുത്ത സെക്കൻഡിൽ നനവിനൊപ്പം മറിഞ്ഞ അതരങ്ങളുടെ ഇളം ചൂടിൽ അവനൊന്ന് വിറച്ചുപോയി. ഈ പെണ്ണ്, ഉള്ളാലെ പറഞ്ഞ അവൻ അമ്മുവിൻ്റെ അരയിൽ കൈമുറുക്കി. പെട്ടെന്നാണ് അമ്മു അവൻ്റെ നെഞ്ചിൽ പല്ലമർത്തിയത്. അറിയാതെ എരിവ് വലിച്ചു പോയി അവൻ. സർ, വാട്ട് ഹാപ്പൻ? സംശയത്തോടെ അവിടെ ഇരുന്നൊരു ടീച്ചർ ചോദിച്ചു. ഏയ് നത്തിങ്. ഉള്ളിലെ പതർച്ച മറച്ചു വെച്ചവൻ പറഞ്ഞൊപ്പിച്ചു. അവർ വീണ്ടും വർക്കിലേക്ക് തിരിഞ്ഞു. തുടരെ തുടരെ അറിയുന്ന ഇളം ചുണ്ടുകളുടെ മാധവം അവനിലെ എല്ലാ സീമകളെയും തകർക്കാൻ കഴിയുന്നവയായിരുന്നു. ഇനിയും ഇത് തുടർന്ന മതിയാവില്ല എന്ന് മനസ്സിലാക്കി അവൻ അമ്മുവിൻ്റെ ഷർട്ടിനിടയിലൂടെ നഗ്നമായ അരയിൽ കൈയമർത്തി. അവൻ്റെ കൈകൾ താളത്തിൽ അവിടെ ഇഴഞ്ഞപ്പോൾ അവളുടെ കൈകൾ അല്ലുവിൻ്റെ നെഞ്ചിലമർന്നു. കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങി എന്ന അവസ്ഥയായിരുന്നു അമ്മുവിന്. ഇത്രയും നേരം അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന കള്ളച്ചിരി ഇപ്പോൾ അവൻ്റെ മുഖത്താണ്. അമ്മു അല്ലുവിനെതിരെ ഇരിക്കുന്നതിനാലും ഇരുവർക്ക് മുന്നിൽ അത്യാവശ്യം ഹൈറ്റുള്ള ടേബിളിൽ ഉള്ളതിനാലും ഇരുവരും കാണിച്ചു കൂട്ടുന്നത് ടീച്ചർമാരെ അറിയുന്നില്ല. അമ്മുവിൻ്റെ ഉയർന്നു താഴുന്ന ശ്വാസനിശ്വാസം അറിയെ അല്ലു പതിയെ അവളെ ചേർത്ത് പിടിച്ചു വീണ്ടും വർക്കിലേക്ക് തിരിഞ്ഞു. ഏറെ നേരത്തിനു ശേഷം തൻ്റെ കൈക്കുള്ളിൽ കിടക്കുന്ന പെണ്ണിൻ്റെ ശ്വാസം താളത്തിൽ അറിഞ്ഞതും അവളെ നെഞ്ചിൽ നിന്നും അടർത്തു മാറ്റി അവൻ കൈകളിലേക്ക് കിടത്തി. ഒരു മാട്രസിൽ കിടക്കുന്നതിലും സുഖമായി ശാന്തമായി അവൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നുറങ്ങുന്നവളെ അല്പം അത്ഭുതത്തോടെ തന്നെയാണ് ആ 2 ടീച്ചർമാരും നോക്കിയത്. അല്ലുവിന് പിന്നെ ഇത് സ്ഥിരമായതിനാൽ വാത്സല്യത്തോടെ അവളുടെ കുഞ്ഞു നെറ്റിയിൽ തലോടി. കുറുമ്പി. അവളുടെ മുഖത്ത് നോക്കി ഉള്ളാലെ മൊഴിഞ്ഞു അവൻ. ശേഷം അവളെ നന്നായി കിടത്തി AC അഡ്ജസ്റ്റ് ചെയ്തു. വർക്കിനിടയിലും ഇടം കണ്ണോടെ ടീച്ചേഴ്സ് അവരെ നോക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 3 മണിക്കൂർ കൊണ്ട് ഓഡിറ്റിംഗ് കഴിഞ്ഞു. നല്ലൊരു ഉറക്കത്തിനു ശേഷം കണ്ണുകൾ ചിമ്മി തുറന്ന അമ്മു കാണുന്നത് അവളെ തന്നെ നോക്കിയിരിക്കുന്ന അല്ലുവിനെയാണ്. എന്തൊരു ഉറക്കമാ പൊന്ന, ഫുഡൊന്നും കഴിക്കണ്ടേ? മുഖത്ത് വീണ് കിടക്കുന്ന കുറുനിരകൾ മാടി ഒതുക്കി അവൻ ചോദിച്ചു. അതിന് വേണ്ട എന്ന പോലെയാണ് അവൾ തലയനക്കിയത്. അയ്യടാ, അത് പറഞ്ഞ എങ്ങനെ ശരിയാകും? ഇപ്പൊ തന്നെ നോക്കിയേ, ഈ കുഞ്ഞു വയറ് വീണ്ടും ചെറുതായി. അവളുടെ വയറിൽ കൈയമർത്തി അവിടെ അതരം പതിപ്പിച്ചു അവൻ. വായോ, അമ്മൂട്ടന് ഇഷ്ടമുള്ള ചിക്കൻ ബിരിയാണി കുഞ്ഞൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇച്ച് തരാട്ടോ എൻ്റെ കുഞ്ഞിന്. അവളുടെ കവിളിൽ തട്ടി അവൻ എഴുന്നേറ്റ് അമ്മുവുമായി വാഷ്റൂമിലേക്ക് പോയി. അവൻ തന്നെയാണ് അവളുടെ മുഖം കഴുകിക്കൊടുത്തതും ഫുഡ് കഴിപ്പിച്ചതും. വൈകുന്നേരത്തോടെ അല്ലുടെ വിയെ വിളിച്ചു പറഞ്ഞ് ബീച്ചിലേക്ക് പോയി. അല്ലു പറഞ്ഞത് പ്രകാരം ഡേവിഡും പാർവും കാറിലും കുഞ്ഞനും കണ്ണനും കൂടെ പപ്പിയും ബൈക്കിലും അവരുടെ ബീച്ച് റിസോർട്ടിലേക്ക് വന്നു. കുറച്ചു നാളായി എല്ലാവരും കൂടെ ഔട്ടിങ് പോയിട്ട്
അതിനാലാണ് ഇന്ന് എല്ലാവരും ഇറങ്ങിയത്. ബീച്ചിനടുത്ത് അവർക്ക് റിസോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഫ്രഷ് ആവാനോ മറ്റും ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. റിസോർട്ട് നേരത്തെ എത്തിയത് അല്ലുവും അമ്മവും ആയതിനാൽ ഒന്ന് ഫ്രഷായി കാഷ്വൽ വെയർസ് ധരിച്ചാണ് ഇരുവരും പുറത്തേക്ക് ഇറങ്ങിയത്. അന്നത്തേക്ക് ബാക്കിയുള്ളവരും വന്നു. ഡേവിഡും പാറും അല്ലും മൂവരും ഒഴിഞ്ഞൊരു ഭാഗത്ത് കടൽ തീരത്തായിരുന്നപ്പോൾ അമ്മുവും കണ്ണനും കുഞ്ഞനും വെള്ളത്തിൽ കുത്തിമറിഞ്ഞു. ഉപ്പിക്ക് പിന്നെ പണ്ടേ വെള്ളം ഇഷ്ടമല്ലാത്തത് കൊണ്ട് അടങ്ങി ഒതുങ്ങി അല്ലുവിൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഏറെ നേരം കളിച്ച് അവസാനം തളർന്നാണ് മൂവരും തീരത്തേക്ക് കയറിയത്. ഡേവിഡൊക്കെ ഇരുന്ന ഭാഗത്ത് അധികം തിരക്കില്ലായിരുന്നു. അല്ലുവിൻ്റെ അപ്പുറവും ഇപ്പുറവുമായി കുഞ്ഞനും കണ്ണനും ഇരുന്നപ്പോൾ ഡേവിയുടെയും പാറുവിൻ്റെയും നടുക്കായി അമ്മുവും പൂപ്പിയും സ്ഥാനം പിടിച്ചു. സന്തോഷത്തോടെ കഴിഞ്ഞുപോയ ദുരിതങ്ങളെ മനഃപൂർവ്വം മറന്നുകൊണ്ട് അവർ അസ്തമയം മനോഹരമാക്കി. ഇതേ സമയം മറ്റൊരിടത്ത് ഒന്നനങ്ങാൻ പോലും കഴിയാതെ പുഴുവരിച്ച് തൻ്റെ മരണം കാത്തു കിടക്കുകയായിരുന്നു അബ്രഹാം. ഇരുട്ട് മൂടിയൊരു ഗോഡം അവിടമാകെ വല്ലാത്തൊരു ദുർഗന്ധം നിറഞ്ഞു നിൽക്കുന്നു. ഒരുവൻ വെറും നിലത്ത് പുളഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. നിശബ്ദമായിടത്ത് പെട്ടെന്നാണ് ബൂട്ട്സിന്റെ സൗണ്ടുകൾ ഉയർന്നത്. അയാൾ പ്രതീക്ഷയോടെ കണ്ണുകൾ ഉയർത്തി നോക്കി. യാതൊരു ദയയും കൂടാതെ വന്യമായ മുഖത്തോടെ ക്രൂരമായ ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്നവനെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ നോക്കിയവൻ. എന്നെ കൊന്നതാലൻ. കൈകളറ്റ് രക്തം ശരീരത്തിൽ ആകമാനം കട്ടപിടിച്ച് മുറിവിലാകെ പുഴുക്കളരിച്ച് ദയനീയമായി അബ്രഹാം യാചിച്ചു. അതേടാ, കൊല്ലാൻ പോവുകയാണ് നിന്നെ. നീ ചെയ്തതിനുള്ള എല്ലാം അനുഭവിപ്പിച്ച് കഴിഞ്ഞു ഞാൻ. പക്ഷെ ഒരു സാധാരണ മനുഷ്യന് കിട്ടുന്ന പരിഗണന പോലും നിനക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ മരിക്കുന്നതിന് മുന്നേ ഞാൻ വഴി നിനക്കൊരു നന്മ ചെയ്യാം. വന്യത ഒളിപ്പിച്ച ശബ്ദം അവൻ്റെ ഉടലിനെ വിറപ്പിച്ചു. സ്റ്റീഫൻ. അല്ലുവിൻ്റെ ഉറച്ച ശബ്ദം ആ ഗോഡൌണിൽ നിറഞ്ഞു. അനുസരിച്ചൊരു കൂടുമായി സ്റ്റീഫൻ വന്നു. വന്യമായ തീക്ഷ്ണമായ അല്ലുവിൻ്റെ കണ്ണുകൾ ആ കൂടിൽ പറഞ്ഞപ്പോൾ ഭയത്തോടെ അബ്രഹാം അതിലേക്ക് നോക്കി. സ്റ്റീഫൻ അതിൻ്റെ കവറ് മാറ്റി. വേണ്ട. എബ്രഹാമിൻ്റെ അലർച്ച അവിടെ മുഴങ്ങിക്കേട്ടു. ആ കൂട്ടിലൊരു ചെന്നായ ആയിരുന്നു. വിശന്നു വലഞ്ഞ് ഇര കാത്തു നിൽക്കുന്ന ഭീകരനായൊരു ചെന്നായ. എബ്രഹാം കുറെ എതിർത്തുവെങ്കിലും സ്റ്റീഫനും മറ്റും അയാളെ പിടിച്ച് ആ കൂട്ടിലേക്കിട്ടു. അടുത്ത നിമിഷം ഭീകരമായൊരു അലർച്ചയോടെ ചെന്നായ എബ്രഹാമിനെ ഭക്ഷണമാക്കിയിരുന്നു. തൻ്റെ പ്രാണനെ വേദനിപ്പിച്ചതിൽ ഒരായുസ് മുഴുവൻ കൊണ്ട് അനുഭവിക്കാവുന്നത് 1 മാസം കൊണ്ട് അനുഭവിപ്പിച്ച് അവസാനം ഒരു പിടി ചാരം പോലും ബാക്കി വയ്ക്കാതെ എബ്രഹാം എന്ന വിഷവിത്തിനെ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കി അലൻ ഡേവിഡ് കളത്തിങ്ങൽ.